ഹലോ എവരി വൺ, ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഞാൻ ഇന്ന് ഒരു സ്പെഷ്യൽ ഐറ്റം ഉണ്ടാക്കി നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത് കേട്ടോ. ഞാൻ ബാംഗ്ലൂരിലായതുകൊണ്ട് എൻ്റെ ഫ്രണ്ട്സൊക്കെ അധികം എന്നോട് പറയും, നിനക്ക് കന്നഡ സ്റ്റൈലിൽ കുറേ ഫുഡൊക്കെ പലതരം ഫുഡൊക്കെ ഉണ്ടാക്കാൻ അറിയാലോ. അതായത് ടൊമാറ്റോ ബാത്ത്, പുലാവ്, വാങ്കി ബാത്ത്, ചിത്രാന്ന, പുളിയോഗര, അങ്ങനെ കുറേ ഐറ്റംസ് ഉണ്ട്. നിങ്ങളതിൻ്റെ പേരെല്ലാം കേൾക്കും, ഇതെന്നാണ് സംഭവം, ഇതുവരെ കേൾക്കാത്ത പേരാണല്ലോ എന്ന് ചോദിക്കും നമ്മൾ മലയാളീസ്. അപ്പോൾ അതിൻ്റെ എല്ലാം പേരങ്ങനെയൊക്കെയാണ്. അപ്പോൾ ഞാൻ ഇന്നുണ്ടാക്കാൻ പോകുന്നത് വെജിറ്റബിൾ പുലാവാണ്. ഓക്കെ, പുലാവ് നല്ല അടിപൊളി ടേസ്റ്റിൽ കുട്ടികൾക്കൊക്കെ നമ്മൾ ബോക്സിൽ ഫുഡ് നമ്മൾ കാരിയറിലൊക്കെ ലഞ്ചായിട്ട് കൊടുക്കാൻ പറ്റിയ നല്ലൊരു ഫുഡായത്. ഈസി അത് ഉണ്ടാക്കാൻ വളരെ ഈ മസാലയൊന്ന് റെഡിയാക്കി എടുക്കണം എന്നുള്ളൊരു പണി മാത്രമേ ഉള്ളൂ. ഭയങ്കര ഈസിയാണ് ഉണ്ടാക്കി. അപ്പോൾ നമ്മൾ ചോറും കറിയെല്ലാം വെക്കുമ്പോൾ ചോറ് മീനൊക്കെ കഴുകി വൃത്തിയാക്കി മീൻ കറി, അതിനൊരു ഫ്രൈ ചിലപ്പോൾ ഉണ്ടാക്കണം, അല്ലെങ്കിൽ കുട്ടികൾക്ക് ഒരു മുട്ട ഓംലെറ്റ്, അല്ലെങ്കിൽ ഒരു പച്ചക്കറി അതിൻ്റെ കൂടെ. ഇതിനാവുമ്പോൾ വേറെ ഒന്നും വേണ്ട. ഈ ഒരു പുലാവ് ഉണ്ടെങ്കിൽ നമുക്ക് നല്ല അടിപൊളി ടേസ്റ്റ് ആയിരിക്കും, കുട്ടികൾക്ക് ഇഷ്ടപ്പെടുകയും ചെയ്യും. അതിൻ്റെ കൂടെ ഒരു റൈത്ത, അത്രയേ വേണ്ടൂ. ഒരു റൈത്ത ഉണ്ടെങ്കിൽ അത് മതി. പിന്നെ വെജിറ്റബിൾസ് എല്ലാം കുട്ടികൾക്ക് കഴിക്കാൻ ഇഷ്ടപ്പെടുന്നില്ലെങ്കിൽ അതുമൊക്കെ ഇതങ്ങ് കൺസ്യൂം ആവുമല്ലോ. കുട്ടികൾക്ക് ഇഷ്ടപ്പെട്ടിട്ട് അങ്ങ് കഴിക്കുമ്പോൾ ആ വെജിറ്റബിൾസ് കണ്ടൻറ്റും കുട്ടികളുടെ ശരീരത്തിലേക്ക് വേണ്ടുന്ന വെജിറ്റബിൾസിൻ്റെ ഇതും കൺസ്യൂം ചെയ്യാൻ പറ്റും. പിന്നെ ഇതിന് ഞാൻ മെയിനായിട്ട് എടുത്തിരിക്കുന്നത് ക്യാരറ്റ്, കുറച്ച് ബീൻസ്, ഉരുളക്കിഴങ്ങ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതെന്താണ്, അപ്പോൾ ഞാനിവിടെ കുറച്ച് ബേബി കോൺ എടുത്തിട്ടുണ്ട്. ബേബി കോൺ ഇഷ്ടപ്പെടാത്ത കുട്ടികളൊന്നും ഉണ്ടാവില്ലല്ലോ. അപ്പോൾ ഇത് പുലാവിൽ ഇത് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. പിന്നെ മസാലയ്ക്ക് വേണ്ടിയിട്ട് എടുത്തിരിക്കുന്നത് ഒരു 10-15 പച്ചമുളക്, പിന്നെ കുറച്ച് വെള്ളുള്ളി ഫുള്ളായിട്ട് നിങ്ങൾ തൊലി കളിയൊന്നും വേണ്ട. അപ്പോൾ അതിൻ്റെ ഒരു ഫ്ലേവർ നല്ലോണം കിട്ടുന്ന കുറച്ച് തൊലി ഉണ്ടായിരിക്കും നല്ലത് കേട്ടോ. അതെല്ലാം ഒന്ന് ഞാൻ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്നതാണ്. പിന്നെ ഒരു ഹാഫ് സവാള, വലിയ സവാളേൻ്റെ ഹാഫേ വേണ്ടുള്ളൂ, ഒരു ടേസ്റ്റിന് വേണ്ടിയിട്ടാണ്. പിന്നെ ഇതാണ് പട്ട, ഒരു 3-4 ഗ്രാമ്പൂ. പിന്നെ ഇവിടെ കാണുന്നില്ലേ ഇതിനെന്താ പറയാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ കന്നഡയിൽ മറാഠി ഈ മൊഗ്ഗു എന്ന് പറയാം. സത്യം പറഞ്ഞാൽ എനിക്ക് മലയാളത്തിൽ എന്താണെന്ന് അറിയില്ല. ഇത് കല്ല് ഹൂവ എന്ന് പറയും. ഈ ഹൂവ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്ലവറിനാന്ന് പറയാം കേട്ടോ. കൽഹൂവ എന്നാണ് ഇതിന് പറയാം. പിന്നെ ഗ്രാമ്പൂ, പട്ട, ഇത്രയൊക്കെ ഉള്ളൂ. ഏലക്കായ ഇടില്ല കേട്ടോ. പിന്നെ ഒരു 2 ടേബിൾ സ്പൂൺ തേങ്ങ, പിന്നെ ഒരു വലിയൊരു കഷ്ണം ഇഞ്ചി. ഇതാണ് മസാലക്ക് വേണ്ടുന്ന മെയിനായിട്ടുള്ള ഇൻഗ്രീഡിയൻസ്. അതിൻ്റെ കൂടെ ഇത്ര പുതിന വേണം. ഒരു കെട്ടിൻ്റെ ഹാഫ് പുതിന കഴുകി വൃത്തിയാക്കിയതാണ്. അപ്പോൾ ഇത് പുതിന ഇട്ടിട്ടാണ് മെയിനായിട്ട് നമ്മളിവിടെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ് എന്ന് പറഞ്ഞാൽ മസാലയ്ക്ക് വേണ്ടത് പുതിനയാണ്. പുതിന ഇട്ട് കഴിഞ്ഞാൽ വേറെ തന്നെ ഒരു ടേസ്റ്റ് ആയിരിക്കും. ഇതിലും കൂടുതൽ ചിലർ യൂസ് ചെയ്യും ഇവിടെയുള്ള കന്നഡക്കാരൊക്കെ. ഞാൻ പിന്നെ അങ്ങനെ കൂടുതലായിട്ടൊന്നും എടുത്തിട്ടില്ല. കൂടുതൽ എടുത്തു കഴിഞ്ഞാൽ നല്ലൊരു ഗ്രീനിഷ് കളർ കിട്ടും. ഗ്രീൻ കളറായിരിക്കും പുലാവ്. ഞാൻ പിന്നെ കുറച്ചെടുത്തുകൊണ്ട് വലിയ ഗ്രീനൊന്നും ഉണ്ടാകാൻ തോന്നുന്നില്ല. നമുക്ക് എന്തായാലും നോക്കാം. ഇതിനെല്ലാം പിന്നെ കന്നഡയിൽ ഹഷി മെൻഷൻ ഗൈ, ഇതിന് ഇഞ്ചിക്ക് ശുണ്ടി എന്ന് പറയും. പിന്നെ ഇതിന് വെള്ളുള്ളി എന്ന് തന്നെ പറയും. ഇതിന് സവാളക്ക് ഉള്ളിക്ക് ഇരുള്ളി എന്നാണ് പറയുക. ഓക്കെ, പിന്നെ തേങ്ങക്ക് തെങ്ങിൻ കയ്യുന്ന. അപ്പോൾ ഇതെല്ലാം ചേർത്തിട്ട് ഇതും കൂടി ചേർത്തിട്ട് ഞാനൊരു പേസ്റ്റ് ഉണ്ടാക്കാൻ പോകുന്നതാണ്. അപ്പോൾ ഈ പേസ്റ്റ് നല്ലോണം എണ്ണയിൽ വഴറ്റിയിട്ട് അതിനുശേഷം വെജിറ്റബിൾസൊക്കെ ഇട്ടതിന് ശേഷമാണ് നമ്മൾ പുലാവ് റെഡിയാക്കുക. ഇത് ഭയങ്കര ഈസിയാണ്, നല്ല ടേസ്റ്റിയാണ്. അപ്പോൾ ഞാനിത് എങ്ങനെ ഉണ്ടാക്കുന്നത് നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. ഞാനിത് ആദ്യം മസാല ഒന്ന് പേസ്റ്റ് ആക്കിയിട്ട് എടുക്കട്ടെ. അപ്പോൾ ഈ മസാല വെള്ളുള്ളി, ഇഞ്ചി, പച്ചമുളക്, പുതിന ഇതെല്ലാം നല്ലോണം അരച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി പുലാവ് ഉണ്ടാക്കാൻ നോക്കാം. അപ്പോൾ ഞാൻ കുക്കർ എണ്ണ ചൂടായിട്ടുണ്ട്. ഞാൻ ഈ മസാല ഇതിലേക്ക് ഇട്ടിട്ടൊന്ന് വഴറ്റാൻ പോകുന്നു. അപ്പോൾ ഇതിൻ്റെ മെയിൻ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളിത് വഴറ്റിയിട്ട് ഇതിൻ്റെ ഈ പച്ചമണം പോയി കിട്ടണം കേട്ടോ. കാരണം ഈ പുതിന ഇതിൽ ചേർത്തിട്ടുണ്ടല്ലോ. അപ്പോൾ പുതിനയും പച്ചമുളക്, ഇഞ്ചി ഇതിൻ്റെയൊക്കെ പച്ചമണം ഒന്ന് പോയി കിട്ടണം. അതായത് ഈ എണ്ണ ഒന്ന് തെളിഞ്ഞ് വരുന്നത് വരെ നമ്മളിതിങ്ങനെ വഴറ്റിക്കൊണ്ടേ ഇരിക്കണം. ഇതുപോലെ നല്ലപോലെ ഇങ്ങനെ വഴറ്റി എടുക്കുന്നു. കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ എണ്ണ ഇങ്ങനെ മുകളിലിങ്ങനെ തെളിഞ്ഞ് വരും. പിന്നെ ഈ മസാലയൊന്നും ഡാർക്ക് ഗ്രീൻ കളറാവും. അതാണ് അതിൻ്റെ പാകം. അതൊന്ന് പച്ചമണെല്ലാം പോയി കിട്ടുന്നു. അതിനുശേഷം വേണം നമ്മളിതിൽ വെജിറ്റബിൾസും, കട്ട് ചെയ്ത് വെച്ച വെജിറ്റബിൾസും, പിന്നെ അരി, ആവശ്യത്തിനുള്ള വെള്ളം. അപ്പോൾ നമുക്കിതൊന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ ഈ മസാല ഏകദേശം ആയിട്ടുണ്ട്. അപ്പോൾ ഇതിൽ നിന്ന് കുക്കറിൽ നിന്ന് പൊട്ടിപ്പിടിക്കാണ്ട് നല്ല ഈ ഒരു പരുവത്തിൽ ഇളകി വരുന്ന കൺസിസ്റ്റൻസിയിൽ നമുക്ക് ഈ പേസ്റ്റ് കിട്ടും. ഇത് കണ്ട ഇങ്ങനെ ഒട്ടിപ്പിടിക്കാതെ. അപ്പോൾ നമ്മൾ അതിൻ്റെ വേവൊക്കെ പാകമായി എന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പം മസാലേൻ്റെ ആ ഒരു സ്മെല്ല്, പച്ചമണമെല്ലാം ഇങ്ങനെ പോയിക്കോട്ടെ. അപ്പോൾ ഇത് ഏകദേശം ആയി. അപ്പോൾ ഞാൻ കൂടുതൽ എണ്ണ ഒഴിച്ചിട്ടില്ല. അല്ലെങ്കിൽ ഞങ്ങൾ കൂടുതൽ എണ്ണ ഒഴിച്ച് കഴിഞ്ഞാൽ എണ്ണ ഇങ്ങനെ ഇളകി ഇങ്ങനെ വരും, നമുക്ക് മനസ്സിലാവും. ഇതുപോലെ. അപ്പോൾ ഞാനിനി വെജിറ്റബിൾസ് ആഡ് ചെയ്യാന്ന്. ഉരുളക്കിഴങ്ങ്, ക്യാരറ്റ്, ബീൻസ്, പിന്നെ ഉള്ളത് ബേബി കോൺ. അപ്പോൾ ഇതെല്ലാം നല്ലോണം ഇതിൽ ആഡ് ചെയ്തിട്ട് ഒന്ന് മിക്സ് ചെയ്യും. അപ്പോൾ ഞാൻ വെള്ളം ഒഴിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൽ ഞാൻ 4 ഗ്ലാസും ഒരു 4.5 ഗ്ലാസ് വെള്ളമാണ് ഒഴിച്ചത്. കാരണം
അരിയാണ് ഞാൻ ഇതിലെടുത്തിരിക്കുന്നത്. അപ്പം അരി ഇതിൽ ചേർക്കുവാൻ. അപ്പം നമ്മുടെ നാട്ടിൽ പിന്നെ പുഴുങ്ങലരി അത് അത്ര ടേസ്റ്റ് ഉണ്ടാവില്ല കേട്ടോ. ഇത് ഈ ഒരു ചെറിയ ടൈപ്പ് ഒന്നുകിൽ ഗീ റൈസ് ഇല്ല, നമ്മുടെ നെയ്ച്ചോറൊക്കെ ഉണ്ടാക്കുന്ന അരി. നെയ്ച്ചോറൊക്കെ ഉണ്ടാക്കുന്ന അരിയാണെങ്കിൽ നിങ്ങൾ കുക്കറിൽ ഒരു വിസിലേ വേണ്ടുള്ളൂ. അപ്പോൾ ഈ ഒരു പിന്നെ നമ്മൾ സോന റൈസ് അങ്ങനെ എന്തോ ആണ് ഇതിന് പറയാം. നമ്മളിവിടെ ഊട്ട റൈസ് എന്നാണ് കന്നഡയിൽ പറയുന്നത്. അപ്പോൾ ആ അരിയാണ് ഇതിലെടുത്തത്. ആ ചെറിയൊരു അരിയില്ല, നമ്മൾ വെജിറ്റബിൾ ബിരിയാണിക്കൊക്കെ എടുക്കുന്ന ആ ഒരു അരിയാണ് ഇതിലെടുത്തിരിക്കുന്നത്. അപ്പോൾ ഇനി ഉപ്പ് ചേർക്കാൻ പോവാണേ. അപ്പോൾ ഇതിന് വേണ്ടുന്ന ഉപ്പ് ഞാൻ ചേർത്തിട്ടുണ്ട്. ഇനി ഒരു ചെറുനാരങ്ങ പിഴിഞ്ഞ് വയ്ക്കണം. ഇത്രേ വേണ്ടുള്ളൂ. നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്ത് യോജിപ്പിക്കുക. 2 വിസിൽ വരാൻ വേണ്ടി നമ്മളിനി വെയിറ്റ് ചെയ്യണം. അത്രയേ ഉള്ളൂ. നമ്മളെ പുലാവ് ഇപ്പോൾ റെഡിയാവും കേട്ടോ. സോ ഈസി, സോ ടേസ്റ്റി. അപ്പോൾ നമുക്ക് 2 വിസിൽ വരാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യണം. അപ്പോൾ നമ്മളെ പുലാവ് ഇവിടെ റെഡി ആയിരിക്കുകയാണ്. 2 വിസിൽ കഴിഞ്ഞ് എടുത്തതാണിത്. അപ്പോൾ നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇങ്ങനെ മുകളിൽ വെജിറ്റബിൾസ് എല്ലാം ഇങ്ങനെ മുകളിൽ വന്ന് നിൽക്കുന്നുണ്ട്. വേണ്ട, ഇങ്ങനെയാണ് ഉണ്ടാവുക. അപ്പം നമ്മുടെ പുലാവ് ഇവിടെ റെഡി. നമ്മൾ പുലാവ് കഴിക്കാൻ പോവുന്നേ. ഇതിൻ്റെ കൂടെ കുക്കുംബറും ഉള്ളിയെല്ലാം ഇട്ട് പിന്നെ സാലഡ് ഉണ്ട്, റൈത്തയുണ്ട്, പിന്നെ നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന നല്ല മാങ്ങ അച്ചാർ. അപ്പോൾ ഇത് രണ്ടും ഉണ്ടെങ്കിൽ ഇതിൻ്റെ കൂടെ വേറെ ഒന്നും വേണ്ട. പിന്നെ നിങ്ങളുടെ അടുത്ത് മീൻ ഫ്രൈ എല്ലാം വീട്ടിലുണ്ടെങ്കിൽ അതിൻ്റെ കൂടെ ഇത് കഴിക്കാം. അപ്പം ഭലേ ബെസ്റ്റ് എന്ന് പറയാം. നമ്മുടെ അടുത്ത് ഇന്ന് ഇത് മാത്രമേ ഉള്ളൂ കേട്ടോ, വേറെ ഒന്നും ആക്കിയിട്ടില്ല, നോൺ വെജ് ഒന്നുമില്ല. അപ്പോൾ നമ്മളെ പുലാവ് ഇവിടെ റെഡി. അപ്പോൾ പുതിയ വേറെ ഡിഫറെൻറ്റ് വെറൈറ്റി ഐറ്റംസുമായിട്ട് ഞാൻ വീണ്ടും നിങ്ങളുടെ മുന്നിൽ വരുന്നതായിരിക്കും. കന്നഡ ഡിഷസ് എല്ലാം പറഞ്ഞുതരാം എന്തൊക്കെയാണ്. ടൊമാറ്റോ ബാത്ത്, വാങ്കി ബാത്ത് ഇതെല്ലാം ഉണ്ടാക്കി കാണിച്ചു തരാം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എൻ്റെ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻസ് ഒക്കെ ഇടുക. ഓക്കെ, ബൈ ഫോർ നൗ, സി യു.